യെശയ്യാ പ്രവചനം 45-ാം അധ്യായത്തിന്റെ 2-3 വാക്യം പ്രാരംഭമായി വായിച്ചുകൊണ്ട് നമുക്ക് ദൈവവചന ധ്യാനത്തിനായിട്ട് ഒരുങ്ങാം. In the beginning we can read from Isaiah chapter 45 verse 2 and 3 while we start the message. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ, ഇസ്രായേലിന്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും തരും. I will go before you and make the crooked places straight. I will break in pieces the gates of bronze and cut the bars of iron. I'll give you the treasures of darkness and hidden riches of secret places, that you may know that I, the Lord who called you by your name, am the God of Israel. നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്ന യഹോവയായ ഞാൻ അരുളി ചെയ്യുന്നു എന്നുള്ളതാണ് ആ വാക്യത്തിന്റെ അവസാന ഭാഗം. The ending of the verse is, I am the God who called you by name, says the Lord. ഞാൻ നിനക്ക് മുൻപായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കും. I will go before you and make the crooked places straight. സാധാരണ വിധത്തിലുള്ളതായ ഒബ്സ്റ്റിക്കിൾസ് അല്ല, വളരെ കഠിനമായ തടസ്സങ്ങൾ. These are not just ordinary obstacles, but these are very difficult hindrances. നോക്കണം ഇവിടെ, I will break in pieces the doors of bronze and cut through the bars of iron. അപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ നമ്മൾ കണ്ടിട്ടുള്ളതായ ഏറ്റവും ഉറപ്പേറിയതായ ഏറ്റവും സ്ട്രോങ് എന്ന് പറയുന്നതായ എലമെന്റുകളാണ് ബ്രോൺസും അതുപോലെ ഇരുമ്പും. The elements which we see on this earth, one of the strongest and the toughest are the bronze and iron. എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ അപ്രകാരമുള്ള പദപ്രയോഗങ്ങൾ നടത്തിയിരിക്കുന്നത്? Why has been these elements been used in these verses? നമ്മുടെ ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിലുള്ളതായ അതികഠിനമായ തടസ്സങ്ങൾ, ആ തടസ്സങ്ങളെ മുറിച്ച് മുൻപോട്ട് നടത്തുമെന്നുള്ളതായ അതിശക്തമായ ആലോചനയാണ് ആ ഭാഗത്ത് ഒളിഞ്ഞിരിക്കുന്നത്. It is because that we have very strong obstacles in front of us. That is why a strong message has been kept in that verse for us. നമുക്ക് ഇരുമ്പിനെ മുറിക്കുവാൻ സാധാരണയായ ഒരു വസ്തു കൊണ്ട് കഴിയത്തില്ല. We cannot cut iron through normal things. ഒരു ഇരുമ്പ് സാധാരണയായി മുറിക്കുവാൻ വലിയ പ്രോസസ്സുകൾ അതിന് പിന്നിലുണ്ട്. And for cutting iron there is a great process behind it. അപ്പോൾ ഓർക്കേണ്ടതായ ഒരു കാര്യം, നമ്മുടെ മുൻപിലുള്ളതായ തടസ്സങ്ങൾ ഇതുപോലെയുള്ള തടസ്സങ്ങളല്ല, ഇതിനേക്കാൾ കുറവായിട്ടുള്ളതാണ്. Therefore we need to remember that the obstacles in front of us are not strong like this, but little less than ഇന്ന് that. പകൽക്കാലം തുടക്കത്തിൽ തന്നെ ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിനകത്ത് വയ്ക്കുക. Today in the beginning itself, let this thing sink in our hearts. ഇത് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സുകൊണ്ട് പറയണം, എന്റെ ദൈവത്തിന് അസാധ്യമായി യാതൊരു കാര്യവുമില്ല. When we hear these words itself, let us proclaim, there is nothing impossible for my God. എന്റെ ദൈവത്തിന് എന്റെ ജീവിതത്തിൽ ഇറങ്ങി അത്ഭുതകരമായ പ്രവൃത്തികൾ ചെയ്യാൻ കഴിയും. My God can come down into my life and do great things for me. ഇതിന്റെ ചരിത്രപരമായ വശം നാം ഒന്ന് ചിന്തിക്കുവാൻ പോകുകയാണ്. We will think of the history behind this verse. യെശയ്യാ പ്രവാചകൻ ഈ വചനം പ്രവചിക്കുമ്പോൾ ഓർക്കണം, സൈറസ് രാജാവ് ജനിക്കുന്നതിന് 150 വർഷം മുമ്പുള്ള പ്രവചനമാണത്. When Isaiah is prophesying this prophecy, it is around 150 years before King Cyrus was born. സൈറസ് രാജാവിനോടുള്ള ബന്ധത്തിലുള്ള പ്രവചനമാണിത്. It is a prophecy related to King Cyrus. എന്നാൽ അദ്ദേഹം ജനിക്കുന്നതിന് 150 years before ദൈവത്തിന്റെ ആത്മാവ് പ്രവാചകനിലൂടെ അവനു വേണ്ടി ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയെ കുറിച്ച് പ്രവചിച്ചിരിക്കുകയാണ്. But God sent this prophecy through his prophet for King Cyrus, what he's going to do in ഈ his life. പ്രവചനം സംഭവിക്കുമ്പോൾ ഇസ്രായേൽ ബാബിലോണിന്റെ അടിമത്തത്തിലേക്ക് അവർ വീണിട്ടില്ല. And while this prophecy was done, Israel has not yet come under the captivity അത് of മാത്രമല്ല, Babylon. ചരിത്രപരമായി അതിലേക്ക് അവര് അടുത്തു വന്നിട്ട് പോലുമില്ല. And historically they have not even come close to that time. വലിയ ടൈം സ്പാൻ അതിന്റെ ഇടയിലുണ്ട്. And there is a great time span between that events. നോക്കണം, ബാബിലോൺ വളരെ ഉറച്ച
വളരെ സ്റ്റെബിളായ ഒരു രാജ്യമായി മുമ്പോട്ട് പോകുന്ന സമയമാണത്. Babylon was a great kingdom and stable kingdom during this time. അപ്പോൾ ഇവിടെയാണ് നമുക്ക് നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകതയെ കാണുവാനുള്ളത്. This is where we see the speciality of our God. മറ്റാർക്കും കഴിയാത്ത കാര്യങ്ങളാണ് നമ്മുടെ ദൈവത്തിലുള്ളത്. And God has things which no one else has in them. നമ്മുടെ ദൈവം വളരെ നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല, വെൽ പ്ലാൻഡ് ആയിട്ടും വെൽ ഓർഗനൈസ്ഡ് മാനറിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. God is not someone who works in a way we think, but he works in a very well planned and organized way. അപ്പോൾ നമ്മെ നിർമ്മിച്ചു എന്നുള്ളത് മാത്രമല്ല, നമ്മെക്കുറിച്ചുള്ള നമ്മുടെ അവസാനം വരെയുള്ളതായ അവസാന നിമിഷം വരെയുള്ള ഈ ഭൂമിയിലെ ജീവിതത്തെക്കുറിച്ച് അവന് കൃത്യമായി പദ്ധതിയുണ്ട്. It is not just that he formed us, but he has a plan even for the last minute of our lives. അത് ഇവിടം കൊണ്ട് മാത്രം അവസാനിക്കുന്നില്ല. നിത്യതയിൽ നമ്മുടെ സമയം എങ്ങനെ ചെലവഴിക്കണമെന്നുള്ളതായ കൃത്യമായ പ്ലാൻ നമ്മുടെ ദൈവത്തിനുണ്ട്. And it is not something which ends in this world, but also extends for our eternal life. എന്തുകൊണ്ടാണ് നാം ഇതിന്റെ ചരിത്രപരമായ വശത്തെക്കുറിച്ച് ചിന്തിച്ചത്? Why are we thinking about the history behind this 90-ാം prophecy? സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സ്ഥാപിക്കുന്നതിന് മുൻപേ അനാദിയായും ശാശ്വതമായും ഉള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. In Psalms 90, as it says, even before the foundations of the world were formed, God is there from the times. നമ്മുടെ ദൈവത്തിന് നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ പ്രവർത്തിക്കാൻ കഴിയും. And God can do great things for us. നോക്കണം, ഈ പ്രവചന ഭാഗം ശ്രദ്ധിക്കുമ്പോൾ 44-ാം അധ്യായത്തിലും ഈ സൈറസ് എന്നുള്ളതായ പേരോടുകൂടിയാണ് പ്രവചനം നടക്കുന്നത്. When we think of this prophecy, even in chapter 44, God says the name Cyrus. അപ്പോൾ നാം ചിന്തിക്കണം, ഏത് മാതാവിന്റെ ഉദരത്തിൽ സൈറസ് ജനിക്കണം, ഏത് എൻവയർമെന്റ് ആയിരിക്കണം അവന്റെ ജീവിതത്തിൽ വേണ്ടുന്നത്, അവൻ ഏത് അറ്റ്മോസ്ഫിയറിലാണ് വളരേണ്ടത്, അവൻ എന്ത് പേരാണ് ഇടേണ്ടത്, അവനെക്കുറിച്ചുള്ള ദൗത്യങ്ങൾ എങ്ങനെയാണ് നിർവഹിക്കേണ്ടത്, അവന്റെ മുൻപിൽ ഉയർന്നു വരുന്ന തടസ്സങ്ങളെ എങ്ങനെയാണ് ഭേദിക്കേണ്ടത്, ലക്ഷ്യസ്ഥാനത്തേക്ക് അവനെ എങ്ങനെ എത്തിക്കണമെന്നുള്ളത് ദൈവത്തിന് കൃത്യമായ പദ്ധതി ഉണ്ടായിരുന്നു. Therefore God already had the plan. Where would Cyrus be born? How will be his upbringing, and all the obstacles be removed, and have a clear plan for his life. അപ്പോൾ ദൈവ പൈതൽ ഓർക്കണം, ഇന്ന് പകൽക്കാലം ഈ ഹാളിലിരിക്കുന്ന ഏറ്റവും ചെറിയ സാമുവേൽ മോൻ മുതൽ ഓരോരുത്തരുടെ മേലുമുള്ളതായ ദൈവിക പദ്ധതികൾ വളരെ കൃത്യമായി എഴുതപ്പെട്ടിരിക്കുന്നു. കൃത്യമായ പദ്ധതികളോടുകൂടിയാണ് ദൈവം നമ്മിൽ കാര്യങ്ങളെ ചെയ്തെടുക്കുന്നത്. Therefore we must remember that God has a clear plan written even for the little Samuel, to the everyone sitting here for us. നമ്മുടെ മുൻപിൽ ക്രൈസിസ് ഉയർന്നു വരാം. എന്നാൽ ക്രൈസിസിന്റെ പിന്നിൽ എങ്ങനെയാണ് അതിന്റെ സൊല്യൂഷൻ ഉണ്ടാകേണ്ടത്, അതിനെക്കുറിച്ചും കൃത്യമായ വഴികൾ ദൈവത്തിന്റെ കയ്യിലുണ്ട്. Crisis can come in front of us, but how do we tackle, and a clear solution God has in his hands for ഇന്ന് us. പകൽക്കാലം ദൈവ പൈതലേ, ഒരു ക്രൈസിസിലൂടെയാണോ നീ കടന്നു പോകുന്നത്? വ്യക്തമായ ഒരു ധാരണ മുൻപോട്ടുള്ളതായ പാദങ്ങൾ വെക്കുന്നതിന് നിനക്ക് ലഭിക്കുന്നില്ല എന്ന് നീ ചിന്തിക്കുന്നുവോ? എന്നാൽ ദൈവാത്മാവ് പറയുന്നു, ഡോണ്ട് വറി, ധൈര്യപ്പെടുക, ദൈവത്തിന് കൃത്യമായ പ്ലാനുകൾ ഉണ്ട്, അതിലൂടെ തന്നെ നിന്നെ കരം പിടിച്ചവൻ മുൻപോട്ട് നടത്തും. Today if you are going through a crisis situation and you don't know what steps to take forward, God is saying don't worry, he has a clear plan for you. ഇവിടെയാണ് ദൈവത്തിന്റെ സോവറിൻ പവറിനെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത്. Here we need to understand the sovereign power of our God. വേദപുസ്തകം പറയുന്നു, അവൻ രാജാക്കന്മാരെ വാഴിക്കുന്നു. The Bible says he rules over the kings. അവൻ രാജാക്കന്മാരെ അവരുടെ അധികാരത്തിൽ നമ്മെ പുറത്തു കൊണ്ടുവരുന്നു. And he takes them away from their authority. അവൻ വാതിലുകൾ തുറക്കുന്നു, അവൻ വാതിലുകൾ അടയ്ക്കുന്നു. He opens the doors and shuts the doors. കർത്താവ് തന്നെ പറഞ്ഞല്ലോ, പ്രാരംഭ ദിവസത്തിൽ, ന്യൂ ഇയറിന്റെ പ്രാരംഭ മണിക്കൂറിൽ ഞാൻ ഓർക്കുന്നു, ദൈവാത്മാവ് ദൈവസഭയോട് പറഞ്ഞു, I am the door, ഞാൻ വാതിലാകുന്നു. In the beginning moments of this year we heard from this message that I am the door. ഒരു വാതിലും ഒരു വഴിയും ഇല്ലെന്ന് പറയുന്ന ദൈവജനം ഓർത്തിരിക്കണം, കർത്താവ് പറയുന്നു, ഞാനാകുന്നു വഴി. Where the people are saying there is no way or a no door, that is where God is saying I am the door, I am the way. ചെറിയ ഒരു ചലനം പോലും ദൈവം അറിഞ്ഞുകൊണ്ടാണ് ഈ ഭൂമിയിൽ നടക്കുന്നത്. Even a small movement on this earth happens only with the knowledge of God. നമുക്ക് ചരിത്രത്തെ മറക്കുവാൻ കഴിയില്ല. We cannot forget history. ചരിത്രത്തെ നമുക്ക് തമസ്കരിക്കുവാൻ കഴിയില്ല. And we cannot set aside history. ചരിത്രം നിർമ്മിച്ചത് ദൈവമാണ്.
God has created history. ചരിത്രത്തിന്റെ പിന്നിൽ നാം വലുതായി ഓരോ ചരിത്രങ്ങളെയും നാം മഹത്വവൽക്കരിച്ച് കാണുമ്പോൾ ഓർക്കണം, ഈ ചരിത്രത്തിന്റെ രചയിതാവ് നമ്മുടെ ദൈവമാണ്. And when we read and study about the important historic events, God is the one who created this history. We should remember. ഏതെങ്കിലും വ്യക്തികളെ ദൈവം ചരിത്ര നായകന്മാരായി, ചരിത്ര നായികമാരായി, അല്ലെങ്കിൽ മഹത്തരമായ അച്ചീവ്മെന്റുകൾ, അക്കംപ്ലിഷ്മെന്റുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ അതിന്റെ എല്ലാറ്റിന്റെയും പിന്നിൽ അരുമനാഥനായ പരമാധികാരിയായ ദൈവത്തിന്റെ കരമുണ്ട്. When we see successful historical figures and leaders, if they have achieved or accomplished anything, it is God who has been behind them. പ്രിയമുള്ളവരെ, നാം ഓർക്കണം, ദൈവത്തിന്റെ കരം തൂണിലും തുരുമ്പിലുമുണ്ട്. And we need to see God's hand is there on every object in this world. നമുക്ക് തോന്നും ഇതൊന്നും ആരും അറിയുന്നില്ല, ആരും കാണുന്നില്ല, ഇത് റാൻഡമായി നടക്കുന്നതാണ്, ഇതിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കും എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് കളയണം. We might have a thought that these are ordinary things happening, no one observes, but we need to set aside these thoughts. നമ്മൾ ശ്രദ്ധിക്കാത്തതും ചിന്തിക്കാത്തതുമായ മൈന്യൂട്ട് കാര്യങ്ങൾ പോലും സ്വർഗ്ഗത്തിലെ ദൈവം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. Even the minutest of things which we don't think or observe, God observes them. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിനെ നമുക്കൊന്ന് മഹത്വപ്പെടുത്താം. Can we praise God? ഹല്ലേലൂയ, കർത്താവിന്റെ ധന്യമായ നാമം മഹത്വപ്പെടട്ടെ. May the blessed name of our God be praised. ഇവിടെ പറയുകയാണ്, ഞാൻ നിനക്ക് മുൻപായി ചെല്ലും. Here it says, I will go before you. നോക്കണം, ഈ വായിച്ച വചനഭാഗത്തിന്റെ ഫൗണ്ടേഷണലായിട്ടുള്ള ഒരു വാക്യഭാഗമാണത്. It is a foundational word for this passage. ദൈവം പറയുന്നത് ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കാം എന്നല്ല. God is not saying I will wait for you. ദൈവം ഞാൻ നിന്നെ ഫോളോ ചെയ്യാമെന്നല്ല പറയുന്നത്. And God is not saying I will follow you. ഞാൻ നിന്നെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സാഹചര്യത്തിൽ നിന്റെ അടുക്കൽ വന്ന് നിന്നെ കാണാമെന്നല്ല പറയുന്നത്. God is not saying I'll meet you in a particular situation. ഈ പുതുവത്സരത്തിൽ ദൈവാത്മാവ് പറയുന്നു, I will go before you. ഞാൻ നിനക്ക് മുൻപായി പോകും. But in this new year, God is saying I will go before you. ഓ, ദൈവത്തിന്റെ ആത്മാവ് ദൈവസഭയോട് പറയുന്നു, ഓരോ വ്യക്തിയോടും വിളിച്ചു പറയുന്നു, ഞാൻ നിനക്ക് മുൻപായി പോകുമെന്ന്. The Holy Spirit is saying to the church and everyone here that I will go before you. പ്രിയമുള്ളവരെ, മോശ ശക്തനായ ദൈവത്തിന്റെ ദാസനായിരുന്നു. Moses was an anointed servant of God. വലിയ ചരിത്രപരമായ നിയോഗങ്ങൾ അദ്ദേഹത്തിലൂടെ പൂർത്തീകരിക്കപ്പെടേണ്ടതുണ്ടായിരുന്നു. And there were great plans and purposes to be fulfilled ഈ through him. നിയോഗത്തെ കുറിച്ച് മോശയ്ക്ക് ചിന്തിക്കാൻ പോലും കഴിയുകയില്ല. And Moses could have never imagined about ഒരു these. മനുഷ്യൻ എന്ന നിലയിൽ തന്റെ കഴിവുകളുടെ അടിസ്ഥാനത്തിൽ, ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ, തനിക്കുള്ളതായ ആ ചുറ്റുപാടുകളുടെ അടിസ്ഥാനത്തിൽ ഒരിക്കലും ആ ദൗത്യം നിർവഹിച്ച് പൂർത്തീകരിപ്പാൻ തന്നെ കൊണ്ട് സാധ്യമായിരുന്നില്ല. And considering himself as a human being, his skills, abilities and environment, through that he could have never fulfilled that duty ahead കാരണം of മോശ him. ഒരു ചെറിയ കാര്യം തന്നെ, തന്റെ നിയോഗം ആണ് ഇസ്രായേൽ ജനത്തെ വിടുവിക്കുക എന്നുള്ളതിന്റെ അറിവിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചപ്പോഴും പരാജയപ്പെട്ട വ്യക്തിയാണ്. Because Moses, even a small thing which he tried to do by himself, he failed. ആ രാജ്യത്തെ ഒരു ക്രൗൺ പ്രിൻസായി വളരുമ്പോൾ നാം ഓർക്കണം എന്തുമാത്രം അധികാരം അദ്ദേഹത്തിന് ഉണ്ടാകും. He was coming up as a crown prince, so we need to understand how much authority he had. ഇതെല്ലാം ഉള്ളപ്പോഴും ഒരു ചെറിയ തെറ്റിന്റെ മുൻപിൽ തനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. Even though he had all this, but before a small mistake he could not sustain. അപ്പോൾ തന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഒരു കാര്യവും നടക്കത്തില്ല എന്ന് യഥാർത്ഥമായും റിയലൈസ് ചെയ്ത ഒരാളാണ് മോശ. He clearly realized that he cannot do anything on his own. പ്രിയമുള്ളവരെ, വളരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ മെന്റാലിറ്റിയെ, ഒരു വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് ഇതാണ്, ഐ കാൻ ഡു with my own strength എന്നുള്ള മനോഭാവവും ചിന്തയുമാണ്. A person who wants to grow or has a growing mentality will always have this thought that I cannot do this on my own നമുക്ക് strength. പറയാൻ പറ്റും, പൗലോസ് പറഞ്ഞതുപോലെ, എൻ്റെ ദൈവത്താൽ ഇത് സാധ്യമാണ്. But we can say like Paul said, through God it is possible for me. എന്നെ കൊണ്ട്, എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ ബുദ്ധി കൊണ്ട് ഒന്നും നടക്കില്ല എന്നുള്ള തിരിച്ചറിവാണ് ഒരു വ്യക്തിയെ ഔന്നത്യത്തിന്റെ ഉന്നതമായ അനുഭവങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. The realization that I cannot do this on my own through my own skill or power is that is when God leads him to greater heights. വലിയ നിയോഗങ്ങളും വാഗ്ദത്തങ്ങളുമായി മുൻപോട്ട് പോകുന്ന ദൈവ പൈതൽ കൃത്യമായി ഹൃദയത്തിൽ കുറിച്ചു വെക്കണം, ദൈവമേ, നിന്റെ ഇടപെടലില്ലാതെ, നീ തരുന്ന ശക്തിയില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് മുന്നേറാനോ, എനിക്ക് അച്ചീവ് ചെയ്യാനോ, എനിക്ക് വിജയം
വിജയാഹ്ലാദം അല്ലെങ്കിൽ വിജയത്തിന്റെ ഘോഷം എന്നിൽ ഉണ്ടാകുവാൻ അസാധ്യമാണ്. A child of God who is going forward with promises should always resolve that without your power, God, or strength, I cannot achieve or be victorious in this life. അതുകൊണ്ടാണ് ആ വലിയ നിയോഗം തന്നെ ഏൽപ്പിച്ച് മരുഭൂമിയിൽ മുൾപടർപ്പിന്റെ നടുവിൽ മോശയോട് ദൈവം സംസാരിക്കുമ്പോൾ മോശ പറയുന്നു, പകരം ആരെയെങ്കിലും നോക്കുക, എനിക്ക് കഴിയില്ല. That is why when God gives that great mission to Moses on that mountain, he's saying, find someone else, I cannot do this. ഓരോ കാര്യങ്ങളും നോക്കിയപ്പോൾ തന്നിൽ തന്നെ വ്യക്തിപരമായ ഒരുപാട് ഇനബിലിറ്റീസ് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു. When he saw one by one things, there were many inabilities in his life. ജനത്തിന്റെ നടുവിൽ നേരെ നിന്ന് സംസാരിക്കാനുള്ളതായ ആ ഫ്ലുവന്റായി സംസാരിക്കാൻ കഴിയാത്ത വിക്കിന്റെ പ്രശ്നം. And even the thing that of speech, of a tough tongue he had, that he was not able to fluently speak before the people. അത് മാത്രമല്ല, തനിക്ക് പണ്ട് പരിചയമുള്ള ആളുകളൊക്കെ ഈ 40 വർഷം കൊണ്ട് എല്ലാവരും മറന്നുപോയിരിക്കുന്നു. And not just that, the contacts he had years ago have been forgotten. അവിടെ പേഴ്സണലി തനിക്ക് ഗ്രിപ്പ് ആ രാജ്യത്ത് മിസ്രൈമിൽ ഇനി ഇല്ല. And personally he is having no grip in that Egyptian kingdom. പക്ഷേ അവിടെ ദൈവം വെളിപ്പെടുത്തിയ ആ പ്രവൃത്തിയെ ഞാൻ വിവരിക്കുന്നില്ല. നമുക്കറിയാം, മോശ ദൈവത്തോട് തന്റെ കഴിവുകേടുകൾ ദൈവത്തോട് തുറന്ന് സമ്മതിച്ചു. But we know how God worked for him because Moses accepted his weaknesses and inabilities. ഇന്ന് ഈ വിശുദ്ധ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ നാം പ്രത്യേകമായി ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത്, നമ്മുടെ കഴിവിലുപരിയായി നമ്മുടെ കഴിവുകേടുകൾ ദൈവത്തോട് നാം തുറന്ന് പറയണം. Today, while we are in the presence of God, beyond our abilities, we should confess our inabilities before God. പലപ്പോഴും ഏതെങ്കിലുമൊക്കെ കഴിവിലാണ് നാം പ്രശംസിക്കുന്നത്. Sometimes, most of the times, we take pride in our capabilities. ഏതെങ്കിലുമൊക്കെ പാസ്റ്റ് അച്ചീവ്മെന്റ്സിലാണ് നമ്മൾ ആഹ്ലാദിച്ചു നടക്കുന്നത്. And we celebrate on the past achievements we have achieved. എന്നാൽ നമ്മുടെ കഴിവുകേടിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ സ്ട്രെങ്ത് എന്തുമാത്രം ഉണ്ടെന്ന് നമുക്ക് വ്യക്തമായി തിരിച്ചറിയാൻ കഴിയും. But when we see our inabilities, how much our strength is, we will realize. മോശയ്ക്ക് മോശയുടെ സ്ട്രെങ്ത് തിരിച്ചറിയാൻ മരുഭൂമിയിലെ 40 വർഷത്തെ അഭ്യസനം ആവശ്യമായിരുന്നു. And to Moses to realize his strength, that 40 years of practice. പ്രിയമുള്ളവരെ, നമുക്ക് ലഭിക്കുന്ന ചില ട്രയലുകള് നമ്മുടെ കഴിവുകേടുകളെ തിരിച്ചറിയുവാൻ, നമ്മുടെ ഇൻഎഫിഷ്യൻസി തിരിച്ചറിയുവാൻ, നമ്മുടെ വീക്ക്നെസ്സസ് തിരിച്ചറിയുവാൻ ഉള്ള മുഖാന്തരമായി മാറണം. Some of the trials we face should lead to causing us to realize that our inefficiencies and our weaknesses. ആ സ്റ്റേജസിലേക്ക് നാം എത്തുമ്പോൾ തിരിച്ചറിയണം, അടുത്തൊരു എൻകൗണ്ടറിനുള്ള സമയത്തേക്ക് നാം എത്തിക്കൊണ്ടിരിക്കുകയാണ്. When we reach that point or stage, that is when we need to be ready for the next encounter with അടുത്തൊരു God. ദൈവിക ഇടപെടലിലേക്ക് വേണ്ടി നാം നടന്നെടുക്കുകയാണ്. And we are coming close to that intervention from God. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, കഴിവല്ല കൃപയാണ്, ഹല്ലേലൂയ, എല്ലാ അച്ചീവ്മെന്റിന്റെയും പിന്നിൽ ദൈവത്തിന്റെ കൃപയാണ്, ദൈവത്തിന്റെ നടത്തിപ്പാണെന്ന് അധരം കൊണ്ട് പറഞ്ഞ ആത്മാക്കൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. Today, while we are here, let us confess with our lips that it is not our strength, but only the grace of God that we have achieved anything in His life. പക്ഷേ ദൈവം തന്നെ ആ വലിയ ദൗത്യത്തിലേക്ക് കൊണ്ടുവന്നു. But God has brought him to that great mission. ദൈവത്തിനത് കഴിയുമെന്നുള്ള തെളിവാണ് മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരുന്നത്. And it is proof that God can do it. That's why He delivered the people from നോക്കണം, Egypt. നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള വർക്കാണ് സ്വർഗം തന്റെ ജനത്തിന്റെ മൂവ്മെന്റിൽ ഉടനീളം പ്രൊവൈഡ് ചെയ്തത്. And the heavens did great works, even that we cannot imagine or think. അത് മാത്രമല്ല, മേഘത്തിന്റെ തണല് അവർക്ക് കൂട്ടായി നിന്നു. Not just that, the shade of the cloud was always with them. നോക്കണം, അഗ്നി തൂണ് അവർക്ക് വെളിച്ചമായി നിന്ന് പ്രകാശിക്കുകയാണ്. And the pillar of fire was a light for them always. നോക്കണം, അവരുടെ എല്ലാ ആവശ്യങ്ങളും അറിഞ്ഞ് ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. And God worked for them according to their needs. ഇന്ന് പകൽക്കാലം നമ്മുടെ ദൈവത്തെ എത്രമാത്രം പേഴ്സണലായി രുചിച്ചറിഞ്ഞും അനുഭവിച്ചറിഞ്ഞും ദൈവത്തെ ധ്യാനിച്ചും സ്തുതിച്ചും മഹത്വപ്പെടുത്തിയും കൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷയിലായിരിക്കാം. Today, let us be here with praising God, tasting and testing Him. How much personally do we know Him? ഡിട്രോണോമി ആവർത്തന പുസ്തകം 31:8 പറയുന്നു. Deuteronomy chapter 31 verse 8 says. ഒന്ന് വായിക്കാമോ? ആവർത്തനം 31:8. യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു, അവിടെ നിന്നോട് കൂടെ ഇരിക്കും, നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുമില്ല, നീ പേടിക്കരുത്, ഭ്രമിക്കുകയുമരുത്. നോക്കണം, ഈ ജനത്തിന്റെ, ശ്രദ്ധിക്കുക, എല്ലാവരും പ്രാർത്ഥിക്കുക, ഇത് പ്രൊഫറ്റിക്കലായിട്ടുള്ള ആലോചനയാണ്. ദൈവസഭയ്ക്ക് ഒരു പ്രസംഗമല്ല,
നിങ്ങളെ വലിയൊരു തലത്തിലേക്ക്, ഒരു പുതിയ ഇൻസൈറ്റോടുകൂടി ഈ പുതുവത്സരത്തിൽ ദൈവത്തോട് ചേർന്ന് നടക്കുക, ദൈവകൃപ പ്രാപിച്ചവരായി അടുത്തൊരു നിയോഗത്തിലേക്ക് കടക്കുക എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി ദൈവാത്മാവ് സംസാരിക്കുന്ന സന്ദർഭമാണിത്. This is a serious time. Let us be with prayer. Beyond a message, it is a prophecy for the children of God and the church to walk closely with our God in this new year. നമുക്കറിയാം മർക്കോസ് എഴുതിയ സുവിശേഷം 16:7 യേശു കർത്താവ് ഇതാ മറിയയ്ക്ക് മുൻപിൽ വെളിപ്പെട്ട് അപ്പിയറാകുന്ന സന്ദർഭം നമുക്കറിയാം. We know about Jesus appearing before Mary in Mark chapter 16. നോക്കണം, അവരോട് പറയുന്ന ഒരു സന്ദേശമുണ്ട്, ഞാൻ നിങ്ങൾക്ക് മുമ്പായി ഗലീലയ്ക്ക് പോകുന്നു. And Jesus is telling them a message that I will go before you to Galilee. നോക്കണം, ഒരു വലിയ, എല്ലാവരും ചിന്തിച്ചു യേശു കർത്താവിൻ്റെ മരണം അടക്കത്തോടുകൂടെ സെക്കുലർ വേൾഡ് ചിന്തിച്ചു എല്ലാ സ്റ്റോറിയും അവിടെ അവസാനിക്കുകയാണ്. The secular world thought that by the death and the burial of Jesus, all this story has ended. സെക്കുലർ വേൾഡും സെക്കുലർ സ്റ്റോറിയും എല്ലായ്പ്പോഴും അങ്ങനെയാണ് തുടങ്ങുന്നതും അവസാനിക്കുന്നതും. The secular world and the secular stories begin and end like that. എന്നാൽ അവർ അന്നുവരെയും കാണാത്തതായ അദൃശ്യമായ റിസറക്റ്റഡ് പവർ, ഉയർപ്പിന്റെ ശക്തി, ഉയർപ്പിക്കുന്ന ശക്തി, ഇതാ സ്തോത്രം ഗലീലയ്ക്ക് യേശുവിനെ ഉയർത്തിക്കൊണ്ടുപോവുകയാണ്. But something which they have never seen, that power of resurrection, which is that invisible power, is taking Jesus before them to Galilee. അവ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ പവറിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം സൈറസിന്റെ വിഷയത്തിലും പറഞ്ഞത്. That is what we need to remember, that this is the power we remember which spoke about Cyrus. ലോക ചരിത്രത്തിൽ മായാതെ കിടക്കുന്ന അനുഭവമാണ്. വേൾഡ് ഹിസ്റ്ററിക്കകത്ത്, വേദപുസ്തകത്തിൽ മാത്രമല്ല, സൈറസിന്റെ ചരിത്രം ഒരു വലിയ ചരിത്രമായി നിൽക്കുകയാണ്. And this history of Cyrus is something which is still standing in world history. ആ സംഭവത്തിലേക്ക് പോകുന്നില്ല. വളരെ അതിശയിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഈ സൈറസിന്റെ ജനനവും ജീവിതവും എല്ലാം. ഒരു സന്ദർഭത്തിൽ ഞാനത് വിവരിച്ചിട്ടുണ്ട്. We have heard this before about the birth and the life of Cyrus, a very miraculous one. അപ്പോൾ ഓർക്കണം, മുംബൈ ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുന്ന ആ ശക്തിയുണ്ടല്ലോ, ആ ശക്തിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആ ശക്തി യേശുവിനെ ഉയർത്തിക്കൊണ്ടുവന്ന ശക്തിയാണ്. മൃതശരീരത്തിനകത്തേക്ക് ഒന്ന് കയറിയപ്പോൾ ആ മൃതശരീരം ജീവൻ പ്രാപിച്ച് എഴുന്നേൽപ്പിച്ച റിസറക്റ്റഡ് പവറാണ് മുമ്പേ പോകുന്നത്. The power which resurrected the body, the dead body of Jesus, that is the power which goes forward and makes the crooked path straight for us. അതുകൊണ്ടാണ് ഈ കാര്യം റിയലൈസ് ചെയ്തത് കൊണ്ടാണ്, റിയാലിറ്റി മനസ്സിലാക്കിയത് കൊണ്ടാണ് മോശ പറഞ്ഞത്, നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ലെങ്കിൽ നീ എന്നെ അയക്കരുത്. That is when Moses realized this power, he's saying, if your presence does not come with us, do not take us. പ്രിയമുള്ളവരെ, നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ, ഈ ഭൂമിയിലെ ജീവിതത്തിൽ നമ്മുടെ ഏതെങ്കിലും പർട്ടിക്കുലർ ഇഷ്യൂസിൽ വന്ന് ഒന്ന് ഇടപെട്ട് പ്രവർത്തിക്കണമെന്നല്ല ഇന്ന് അഭിഷക്തർ പ്രാർത്ഥിക്കേണ്ടത്. പിന്നെയോ, നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ എനിക്ക് മുൻപായി പോകണം. In our spiritual life and worldly life, not just you have to work for us, but we need to pray that your presence should go before us. ഇനി ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം. ഈ സാന്നിധ്യം മുൻപേ പോകുമ്പോഴാണ് മുൻപിൽ നിൽക്കുന്ന ദുർഘടങ്ങൾ ചാമ്പലായി മാറുന്നത്. ഇന്ന് നിങ്ങളുടെ മുൻപിലല്ലേ ദുർഘടങ്ങൾ ഉള്ളത്? മുന്നേറുവാനോ പാദങ്ങൾ വയ്ക്കാനോ കഴിയാത്ത നിങ്ങളുടെ സാഹചര്യങ്ങളെ നമ്മുടെ ദൈവമായ കർത്താവ്, ഹല്ലേലൂയ, സർവശക്തനായ ദൈവം നിനക്ക് മുമ്പായി പോകുമ്പോൾ ഹല്ലേലൂയ ദുർഘടങ്ങൾ മാറും. ഇന്ന് പകൽക്കാലം ആത്മാവിൽ ദൈവസഭ ഈ ആലോചന ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ. ഓ, നിന്റെ സാന്നിധ്യം എനിക്ക് മുൻപായി പോകണം. നിന്റെ സാന്നിധ്യം എനിക്ക് മുൻപായി പോകണം. നിന്റെ സാന്നിധ്യം എനിക്ക് മുൻപായി പോകണം. Hallelujah, Jesus, hallelujah, hallelujah. Oh, ribalava shamdaladara ardhala vaidamanagadaka juda prauda valkhavara vaidara dara dara. Oh, ദൈവാത്മാവ് ഈ ദൂതന്റെ മുൻപിൽ ഇന്ന് പകൽക്കാല ശക്തിയോടെ ചില ദൈവപ്രവർത്തികളെ അയക്കുകയാണ്. ഓ, ആത്മാവിൽ ദൈവസഭ പ്രാർത്ഥിക്കട്ടെ. ഓ, നിന്റെ മുൻപിലല്ലേ തടസ്സങ്ങൾ നിൽക്കുന്നത്? നിനക്ക് മുൻപോട്ട് പോകാനല്ലേ ഇന്ന് വഴികൾ അടഞ്ഞു നിൽക്കുന്നത്?
തോന്നുന്നത്. മുൻപോട്ട് നോക്കുമ്പോഴല്ലേ ദൈവ പൈതലേ നിനക്ക് വഴികളില്ല എന്ന് തോന്നുന്നത്. മുൻപോട്ട് നോക്കുമ്പോഴല്ലേ വലിയ തടസ്സത്തിന്റെ മലകളെ നിനക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് വചന വെളിപ്പാടിലൂടെ ദൈവസഭയെ ഉറപ്പിക്കുന്നു. അവന്റെ സാന്നിധ്യം നിനക്ക് മുൻപായി പോകും. എല്ലാം അവസാനിച്ചു. അരിമത്ഥ്യയിലെ യോസേപ്പിന്റെ കല്ലറയിൽ യേശുവിനെ അടക്കം ചെയ്തതോടെ എല്ലാം അവസാനിച്ചു എന്ന് ലോകം വിധി എഴുതിയതല്ലേ. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് യേശുവിന്റെ മേൽ ഇറങ്ങി വ്യാപരിച്ചപ്പോൾ അവനെ എഴുന്നേൽപ്പിച്ചു കൊണ്ടുപോയി പുതിയൊരു അധ്യായം തുറക്കുകയാണ്. പ്രിയമുള്ളവരെ, നിനക്ക് മുൻപായി അവന്റെ സാന്നിധ്യം പുറപ്പെടുമ്പോൾ നിന്റെ ജീവിതത്തിൽ പുതിയ അധ്യായങ്ങൾ തുറക്കും. നിന്റെ ജീവിതത്തിൽ പുതിയ ആരംഭങ്ങളെ അവൻ കുറിക്കും. ഇത് പകൽക്കാലം ഇതൊരു പ്രസംഗമല്ല. ഇത് പകൽക്കാലം എന്തെങ്കിലും ഒരു പുതിയ ഐഡിയ അല്ല. ഇവിടെ പരിശുദ്ധാത്മാവ് പങ്കുവയ്ക്കുന്നത് നിന്റെ ജീവിതത്തിന്റെ വിഷയങ്ങളാണ്, നിന്റെ ഭാവിയുടെ വിഷയങ്ങളാണ്, നിന്റെ ജീവിതത്തിൽ മുൻപേറാനുള്ള വഴികളാണ്. ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. ഓ ഹല്ലേലൂയ. ഈ വിഷയം ഹൃദയത്തിൽ നിന്ന് വിടരുത്. Let us not leave this matter from our hearts. Let us keep praying. ഇത് ഹൃദയത്തിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. Let us keep it in our heart and keep ഹല്ലേലൂയ. അവൻ മുൻപിൽ പോകാൻ അനുവദിക്കുക. And let us allow him to go. അവൻ മുൻപിൽ വരണമേ എന്ന് പ്രാർത്ഥിക്കുക. Let us pray that you must go. ഹല്ലേലൂയ. അവിടെ സുരക്ഷിതത്വമുണ്ട്. There is protection. സ്തോത്രം. അവിടെ പാതകൾ വെടിപ്പായി നിനക്ക് കാണാൻ കഴിയും. And you will be able to see your ways ശകല സമ്പലാധര അനിശ്ചിതത്വങ്ങളെ അവൻ മാറ്റുമെന്ന്. He will remove the നിന്റെ മുൻപിൽ നിൽക്കുന്ന താമ്രവാതിലുകളെ അവൻ വഴി മാറ്റുമെന്ന്. Remove the bronze doors in front of you. ഒരു രീതിയിലും മാറത്തില്ലെന്ന് നീ ചിന്തിക്കുന്ന ഒരവസ്ഥയിലും മാറ്റം വരുത്താൻ, ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ കഴിയത്തില്ലെന്ന് ദൈവ പൈതലേ നീ ചിന്തിക്കുന്ന നിന്റെ വഴിയുണ്ടല്ലോ. ആത്മാവ് പ്രവചിക്കുന്നു, ആ വഴികളില് നിനക്ക് വേണ്ടി അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്ന പകലാണ് ഈ പകല്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. എല്ലാ ദൈവ പൈതലിനും ആത്മാവ് ഇന്നലെ രാത്രി മുതൽ നൽകി തന്ന ഒരു വേർഡാണ്. ഒരു ഗ്രേറ്റ് എൻട്രിയെ കുറിച്ച് ദൈവാത്മാവ് എന്നോട് ആവർത്തിച്ച് സംസാരിക്കുവാൻ തുടങ്ങി. പദം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കട്ടെ. ഹല്ലേലൂയ. നിനക്കൊരു ഗ്രേറ്റ് എൻട്രി ഉണ്ട്. നിനക്കൊരു ഗ്രേറ്റ് എൻട്രി ഉണ്ട്. നീ ആ സമയത്തിനായി കാത്തിരിക്കുക. നിനക്കൊരു ഗ്രേറ്റ് എൻട്രി ഉണ്ട്. എനിക്കൊരു വഴിയുണ്ടോ എന്ന് പറയുമ്പോൾ ആത്മാ പറയുന്നു നിനക്കൊരു ഗ്രേറ്റ് എൻട്രി. ക്ഷീണാവസ്ഥയിലുള്ള ഒരു എൻട്രി അല്ല. ഹാഫ് ബ്ലെസ്സിങ്ങിലുള്ള ഒരു എൻട്രി അല്ല. ദൈവത്തിന്റെ സമ്പൂർണ്ണ കരുതലോടെ, ദൈവത്തിന്റെ സമ്പൂർണ്ണ നടത്തിപ്പോടെയുള്ള ഒരു എൻട്രി അവൻ നിനക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. അതിനെ തടുക്കാൻ നീ ദൈവത്തോട് ചേർന്ന് നിന്നാൽ അതിനെ തടുക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. അതിന് തടയിടാൻ ഒരു ശക്തിക്കും കഴിയില്ല. നിനക്ക് വരാൻ പോകുന്ന പ്രശസ്തിയെ തടയാൻ ഒരു ശക്തിക്കും കഴിയില്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് അതിന്റെ ദൈവപ്രവർത്തികൾ സമ്പൂർണതയോടെ സഭയെ അനുഭവിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. ഓ ഹല്ലേലൂയ. സൈറസിന്റെ എൻട്രിയെ തടയാൻ ഒരു ശത്രുവിനും കഴിഞ്ഞില്ല. സൈറസിന്റെ എൻട്രിയെ തടയാൻ ബാബിലോണിന്റെ ബലിഷ്ഠ കരങ്ങൾക്ക് കഴിഞ്ഞില്ല. സൈറസിന്റെ എൻട്രിയെ തടയുവാൻ സ്തോത്രം, ദൈവത്തിന്റെ കയ്യിൽ പദ്ധതി ഉണ്ടായിരുന്നു.
ഹല്ലേലൂയ. Hallelujah. God had a plan. ഓ ശമറബലവശസ്യ. Amen, Jesus. Hallelujah. ഈ ദൂതിൽ നിന്ന് മാത്രം ആരാധിച്ചാൽ മതി. Amen. ഇന്ന് ശക്തമായ വിടുതലിന്റെ അനന്തര ലെവലിലേക്ക് ദൈവാത്മാവ് സഭയെ കൊണ്ടുപോവുകയാണ്. God is taking this church to another level of deliverances through this message. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമല്ലോ, സൈറസ് 20 വർഷം ഹല്ലേലൂയ തുർക്കി, ഇറാൻ, പേർഷ്യ, മിഡോ പേർഷ്യൻ രാജ്യങ്ങളുടെ കിങ്ങായി വളരെ ബലമുള്ള ഒരു രാജാവായിട്ടാണ് നിന്നത്. 20 വർഷം ഈ മഹത്തായ 3 രാജ്യങ്ങളുടെ രാജാവായിരുന്നു കൊണ്ട് ബാബിലോണിനെ പിടിച്ചടക്കാൻ കാത്തുകെട്ടിക്കിടന്നതാണ്. നടന്നില്ല. പക്ഷേ ദൈവത്തിന്റെ സമയം വന്നപ്പോൾ ദൈവജ്ഞാനം കൊടുത്തു. ദൈവവേദന നിനക്ക് പ്രവർത്തിക്കേണ്ടതിന് അവൻ ജ്ഞാനം തരും. നീ എങ്ങനെ പാദങ്ങൾ വെക്കണമെന്ന് ഈ പാദപീഠത്തിൽ ഇരിക്കുമ്പോൾ അവൻ നിനക്ക് ആലോചന തരും. നീ അവന്റെ പക്കൽ ആലോചനയുണ്ട്. നിനക്ക് കൈമാറാൻ അവന്റെ പക്കൽ ആലോചനയുണ്ട്. നിന്റെ ഭാവിക്ക് വേണ്ടത് അവന്റെ പക്കലുണ്ട്. ഇത് നീ അനിശ്ചിതത്വത്തിലാണെങ്കിൽ അവനോട് പറ, എനിക്ക് മുൻപായി ചെന്ന് ചരിത്രത്തെ നിർമ്മിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നിന്നെ ഏൽപ്പിക്കുക. യേശുവിൻ നാമത്തിൽ ഈ ദൂതിലൂടെയുള്ള വിടുതലുകൾ സഭ അനുഭവിക്കട്ടെ. Amen, Jesus. Hallelujah. Yes, hallelujah. Amen, hallelujah. ഹല്ലേലൂയ. ശക്തമായ വചന വെളിപ്പാടിലൂടെ ദൈവം സഭയെ മുൻപോട്ട് നയിക്കുകയാണ്. The Lord is leading the church through powerful revelations from His Word. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം നമ്മുടെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടുന്നു. God intervenes in our day-to-day lives. നോക്കണം, സൈറസിനു വേണ്ടി ദൈവം വഴികളെ അത്ഭുതകരമായി തുറന്നു. And for Cyrus, God opened ways miraculously. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ തന്റെ ജനത്തിന് പുതിയ വഴികളെ അവൻ തുറന്നു കൊടുത്തു. Through Jesus Christ, God opened new ways for His people. അതാണ് ഇന്ന് നാം ധ്യാനിക്കുന്നതും. ആ ധ്യാനത്തിലൂടെയാണ് നാം വലിയ ദൈവപ്രവൃത്തികളെ ഇനിയും അനുഭവിക്കുവാൻ പോകുന്നത്. That is what we are meditating upon, and through that we will see great works of God. ആ ദൈവത്തിന്റെ പ്രവൃത്തികൾ നിങ്ങൾ ഓർത്തു നോക്ക്. ജെരിക്കോ മതിലിന്റെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കിയേ. Just remember that great work of God. Think about that wall of Jericho. ഒരുപാട് ദൂരം അവർ യാത്ര വചന വെളിപ്പാടിൽ നിന്നുകൊണ്ട് പ്രവചനാത്മകമായി സഭയോട് ഓരോ വ്യക്തികളോടുമുള്ളതായ അവരുടെ ആവശ്യങ്ങളും അവർ കടന്നു പോകുന്ന പാതകളും ആത്മീയമായിട്ട് അവരുടെ മുൻപിലുള്ളതായ ദൈവിക നിയോഗങ്ങളും എല്ലാം വെൽ കാൽക്കുലേറ്റഡ് ആയിട്ടാണ് ദൈവാത്മാവ് സഭയോട് സംസാരിക്കുന്നത്. The Holy Spirit is speaking through everyone for the great plan He has for everyone and how we need to achieve it. മിസ്രയീമിൽ നിന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അവനെ കൊണ്ടുവന്ന വഴികൾ. We need to think about the ways how God brought the people from Egypt. ഈ ശത്രുവിന് പലപ്പോഴും അങ്ങനെയുള്ളതായ ചിന്തകളൊന്നുമില്ല. The enemy does not have such thoughts. അവൻ ഓരോ സാഹചര്യങ്ങളിൽ എഴുന്നേറ്റ് വന്ന് വെല്ലുവിളികൾ ഉയർത്തും. The enemy comes up in every situation and challenges. പക്ഷെങ്കിൽ ഇതിന്റെ പുറകിൽ ഒരാളുണ്ട് നിന്നെ നയിച്ചിങ്ങോട്ട് കൊണ്ടുവരുന്നതിൽ എന്നുള്ളത് നീ മറന്നു പോകരുത്. But let us not forget that there is a person behind us who has brought us thus far. ദൈവപൈതൽ അത് മറക്കരുത്. You should not forget that. നിങ്ങളൊരു സിംഗിൾ ഇഷ്യൂ നിങ്ങളുടെ മുൻപിലുള്ളത് വെച്ചുകൊണ്ട് നിങ്ങൾ വാടിയിരിക്കരുത്. Because of a single issue in front of us, let us not be upset. സടകുടഞ്ഞ് എഴുന്നേൽക്കണം. Let us awaken and rise. നോക്കണം, ദൈവത്തിന് പദ്ധതികളുണ്ട്. God has plans. ഇവിടെ നമ്മളൊന്ന് ചെറുതായിട്ട് ധ്യാനിക്കുകയാണ്. ഈ എരിക്കോ മതില് ഇങ്ങനെ നിൽക്കുകയാണല്ലോ. This Jericho wall is standing firm. എരിക്കോവിലെ രാജാവും ജനങ്ങളുമല്ല ഇവരെ കുറിച്ചുള്ള കേട്ട് കേൾവിയില് ഇവർ ഇതിലെ ക്രോസ് ചെയ്യരുതെന്ന് പറഞ്ഞ് എരിഹോ കോട്ടയെ അടച്ച സംഭവം ബൈബിളിലുണ്ടല്ലോ. And the Bible says that the king of Jericho and the people shut the doors of Jericho that the people should not pass. അപ്പോൾ നോക്കണം, എരിഹോ കോട്ട കംപ്ലീറ്റ്ലി അടച്ചിരിക്കുകയാണ്. നോ എൻട്രി ആണ്. The fort of Jericho and the walls are completely shut. എരിഹോ രാജാവ് അടച്ചേക്കുന്നേ. The king of Jericho has shut it. നമ്മൾ ആദ്യമേ കേട്ട് രാജാവ് എത്ര ദിവസം എത്ര മിനിറ്റ് വരെയും കസേരയിൽ ഇരിക്കണം തീരുമാനിക്കുന്ന ദൈവമാണ്. We heard in the beginning how much the king should rule. ഏത് നിമിഷം പുറത്ത് അവനെ പുറത്ത് പിടിച്ചെടുത്ത് വെളിയിൽ കളയണമെന്നും ദൈവത്തിന് അറിയാം. And God can pick him up and throw him away ഇവിടെ ഈ anytime. രാജാവ് അടച്ചിരിക്കുക. ഇവിടെ രാജാവും ഇവിടുത്തെ പാർലമെന്റേറിയൻസ് ഒന്നും
ഒന്നുമല്ല ദൈവജനത്തിന്റെ ഭാവിയെ നിർണയിക്കുന്നത്. The king or the parliamentarians here are not the ones who decide our future. ഹല്ലേലൂയ. നിന്റെ ശത്രു എത്ര ബലിഷ്ഠമായ ശക്തിയായിരുന്നാലും അതിനെ നിയന്ത്രിക്കാൻ അതിന്റെ നടുവിൽ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇറങ്ങി വരും. No matter how superpower your enemy is, the Almighty God of hosts will come down to fight against it. ഹല്ലേലൂയ. നീ ലജ്ജിച്ചു പോകില്ല. പദം മനസ്സിൽ വെക്കുക. You will not be ashamed. ദൈവപൈതലേ, നീ ലജ്ജിക്കത്തില്ല. You will never be ashamed. ഉറക്കം കെടുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ആത്മാവ് പ്രവചിച്ചു പറയും, നീ ലജ്ജിക്കത്തില്ല. നീ ഉറപ്പോടെ നിൽക്ക്. If you have sleepless nights, having issues like that, stand firm. ദൈവം You won't തരുന്ന be ashamed. അവസരങ്ങളെ നീ പ്രയോജനപ്പെടുത്തി ദൈവത്തോട് ചേർന്ന് നിൽക്ക്. The God-given opportunities, make use of it and be close to സത്യസന്ധമായി God. ദൈവത്തോട് ചേർന്ന് നിൽക്ക്. Let us stand with God truthfully and എല്ലാ faithfully. പ്രൈഡും വിട്ട് താഴ്മയോടെ അവന്റെ സന്നിധിയിൽ നിൽക്ക്. Let go of every pride and be humble before എല്ലാ God. ഈഗോയും വിട്ട് ദൈവസന്നിധിയിൽ കരങ്ങളെ മലർത്തി അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് അവന്റെ മുൻപിൽ നിൽക്ക്. Let us let go of every ego and show our hands and cry അവൻ out to നിനക്ക് Him. വേണ്ടി ഇറങ്ങി ഉദ്ധാരണങ്ങളുടെ ദൈവമായി പ്രവർത്തിക്കും. He will come down and do deliverances for us. ഇവിടെ നാം ശ്രദ്ധിക്കണം, ഈ ജെരിക്കോയിൽ കയറാൻ ഇനി ഒരു വഴിയുമില്ല. Today we can see there is no way to enter Jericho now. പക്ഷെ ഇവരെ നടത്തുന്ന ആരാ? But who is the one leading these people? ആരാ നടത്തുന്നേ? Who is He? സർവശക്തനായ ദൈവം. He is the Almighty God. അപ്പോൾ ഒരു വഴി ഇല്ലാതിരിക്കുമ്പോൾ അന്നത്തെ ആ സ്പിരിച്വൽ ലീഡറായിരിക്കുന്ന യോശുവയുടെ അനുഭവം പരിശുദ്ധാത്മാവ് കാണിക്കുന്നതാണ് ഞാൻ പറയുന്നത്. The Holy Spirit is showing about that experience of the leader that time, Joshua. യോശുവയുടെ കയ്യിൽ ഐഡിയ ഇല്ല. Joshua is not having any ideas. ഒരുപാട് ഐഡിയ ഉള്ള ഒരാളാണ് യോശുവ. But Joshua is someone who has many ideas. നോക്കണം, 31ഓളം വളരെ പവർഫുൾ ബ്ലഡിയസ്റ്റ് യുദ്ധങ്ങൾ നയിച്ച ആളാണ് യോശുവ. He is someone who has led 31 bloodiest wars for Israel. ഹായ് പട്ടണത്തെ നേരിടുന്നതല്ലാതെ ബാക്കി എല്ലാത്തിലും വലിയ വിജയം കണ്ടു. Apart from the loss at high, everywhere he found victory. വിജയത്തിലെല്ലാം ദൈവം കൂടെ ഉണ്ടായിരുന്നു. And in every victory the Lord was with him. പരാജയപ്പെട്ട ഒറ്റ യുദ്ധം എന്ന് പറഞ്ഞാൽ ശത്രുവിനെ വളരെ ലിമിറ്റഡ് വേയിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് ചെറുതായി കണ്ടു. There was only one where they failed because they underestimated the നമ്മൾ enemy. തിരിച്ചറിയേണ്ട മാർമിക കാര്യങ്ങളാണ് ഈ ജീവിതത്തിൽ. നമ്മുടെ മുൻപിലുള്ള ശത്രുവിനെ നമ്മൾ തിരിച്ചറിയണം. These are some mysteries we need to understand. We need to understand the enemy in front of us. കഴിവുകേടുകളെ തിരിച്ചറിയുന്നത് പോലെ അല്പം കഴിവുകളിൽ പ്രശംസിച്ച് നടക്കാതെ കഴിവുകേടുകളെ ഓർക്കുമ്പോൾ നമ്മുടെ ഇൻഎഫിഷ്യൻസി നമുക്ക് മനസ്സിലാകും. അതുപോലെ തന്നെയാണ് ശത്രുവിനെ തിരിച്ചറിയുക. Rather than taking pride in our abilities, we need to understand our inefficiencies and understand our enemy in front അവിടെ of us. മാത്രമേ ദൈവജനത്തിന് പരാജയത്തിന് വഴിയുള്ളൂ. That is only where the people of the Lord can be fail. എനിക്ക് കഴിയും, ഇത് ഈസിയാണ്, ഇതൊന്നുമില്ലല്ലോ എന്ന് എപ്പം ചിന്തിക്കുന്നു, എപ്പം താഴെ പോയാൽ മതി എന്ന് വിചാരിച്ചാൽ മതി. Whenever they think I can do this and it is very easy, that is when we are going to fall. എന്നാൽ എല്ലാം നിന്റെ ദാനമാണ്, നിന്റെ ദാനം മാത്രമേ എന്റെ ലൈഫിലുള്ളൂ എന്ന് പറഞ്ഞ് ഈ കരങ്ങളെ മലർത്തിക്കൊണ്ട് അവന്റെ മുൻപിൽ നെടുമ്പാട് വീഴാൻ ദൈവ പൈതൽ തയ്യാറാകുമ്പോൾ ഹല്ലേലൂയ, അവൻ ഇറങ്ങി വന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. But when we accept that everything is from you and you have given us, and when we lift our hands in surrenderance, that is when He works for us. ആ കാലത്തെ അതിശയങ്ങളിൽ ഒന്നായിരുന്നു യെരിക്കോ വാൾ. It was one of the greatest wonders of that time, the wall of Jericho. അത് വളരെ സ്ട്രോങ് ആയിരുന്നു. It was very strong. അത് മാത്രമല്ല, അതിനെക്കുറിച്ച് പറയുന്ന 14 കുതിരകൾ, രഥങ്ങൾ ഒരുമിച്ച് അതിന് മുകളിൽ കൂടെ പോകാനുള്ള വീതി, ബ്രെഡ്ത്ത് അതിനുണ്ടായിരുന്നു. It had the breadth so that 14 chariots of horses could go one at once above that wall. ആ മതിലിന് എന്തെങ്കിലും ക്ഷതം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധ്യമല്ല. It is impossible for that wall to come down. ശത്രുവിന്റെ ഹോപ്പ് എന്ന് പറയുന്നതും അതാണ്. That is the hope of the enemy also. ഈ വലിയ വാൾ ഇവിടെ ഉണ്ടല്ലോ, ഇത് മറികടന്ന് പോകത്തില്ല. That great wall is here, they cannot overcome this. ആത്മവെളിപ്പാടിൽ പറയട്ടെ, നിനക്ക് വേണ്ടി ചെയ്തു വെച്ചിട്ടുള്ള ചില ആഭിചാരത്തിന്റെ ശക്തികളുടെ കാൽക്കുലേഷൻസ് എന്ന് പറയുന്നത് ഇന്ന് മുമ്പിൽ നിൽക്കുന്ന ചില മതിലുകളാണ്. Some of the evil influences which are working against you, their calculations is this wall in front of you. മുൻപോട്ട് പോകത്തില്ലെന്നുള്ള കൃത്യമായ ഐഡിയയിലാണ്, ആശയത്തിലാണ് അവർ സന്തോഷിച്ച് ശത്രു നിൽക്കുന്നത്. They are rejoicing on that calculation that we cannot overcome this wall. എന്നാൽ അങ്ങനെയല്ല, കാര്യങ്ങൾ മാറി മറിയും. But things are not like that. Things will change. ജീവിതത്തിലെ കാര്യങ്ങൾക്ക് മാറി മറിച്ചിൽ ഉണ്ടാകാൻ പോകുകയാണ്. Things are going to change in your life. കാരണം എന്താണെന്ന് അറിയാമോ? 2026 for the church, the year of fruitfulness.
year of inheritance, year of victory, year of multiplication. അത് ദൈവം പറഞ്ഞ വാഗ്ദത്തമാണ്. These are the promises of God for year 2026. ഹല്ലേലൂയ. ദൈവജനം എത്ര പേര് ഇത് ആവേശത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? How many of us can accept this passionately? Glory be to God. അപ്പം യോശുവയുടെ കയ്യിൽ ഒരു ഐഡിയയും ഇല്ല. Now Joshua is not having any idea. അറിയാവുന്ന ഭാഗങ്ങളാണ് ദൈവാത്മാ സഭയെ ഉറപ്പിക്കുകയാണ്. These are familiar things, but the Lord is strengthening the church. അവൻ ദൈവവുമായിട്ടുള്ള സമയം ചെലവഴിക്കുന്നതായിട്ടാണ് നാം അനുമാനിക്കേണ്ടത്. We can assume that he might have spent time with God. ഒരു ഐഡിയയും ഇല്ലാതിരിക്കുമ്പോൾ, When there is no idea in his hands, ലക്ഷക്കണക്കിന് ജനം തന്റെ പിന്നിലുണ്ട്, and lakhs of people are behind him. കൊണ്ടുപോയി ജനത്തിന് അവകാശമായി അതേ സ്തോത്രം കനാൻ വിഭജിച്ചു കൊടുക്കുന്നുള്ള വാഗ്ദത്തമാണ് തന്റെ മേലുള്ളത്. He has a promise on him that he will divide the promised land Canaan to this people. ഈ വാഗ്ദത്തം കൊടുത്തിരിക്കുന്നത് അദൃശ്യനായ ദൈവമാണ്. And there is that invisible God who has promised this. ശത്രു വഴി അടയ്ക്കാനായിട്ട് നിൽക്കുകയാണ്. The enemy is there to shut the doors. എന്നാൽ ആ സമയത്ത് യഹോവയായ ദൈവം ഇറങ്ങി വന്ന് ഒരു സ്ട്രാറ്റജി കൊടുക്കുകയാണ്. But that time the Lord is coming down, giving him a strategy. ഈ മർമ്മങ്ങൾ നിങ്ങളുടെ മനസ്സിൽ സംഗ്രഹിച്ചു വേണം മുൻപോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ സാഹചര്യങ്ങളെ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടത്. Let us take these mysteries in our heart and go forward into the situations we are going to face tomorrow. യോശുവ സാധാരണക്കാരനായ വ്യക്തിയല്ല. Joshua is not an ordinary person. വലിയൊരു ജനത്തെ നയിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നവനാണ്. He is someone who has led this great people so far. ധാരാളം അച്ചീവ്മെന്റ് സ്റ്റോറികൾ തനിക്ക് പറയാനുണ്ട്. He has many stories of achievements in his life to എന്നാൽ say. ഇപ്പോൾ തന്റെ മുൻപിൽ താൻ ഇതുവരെയും അഭിമുഖീകരിക്കാത്ത വിധത്തിലുള്ള ഒരു ചലഞ്ചസ് തന്റെ മുൻപിൽ വന്ന് നിൽക്കുകയാണ്. But now he is facing a challenge which he has never faced in his life. ഇന്നുവരെയും അഭിമുഖീകരിച്ചിട്ടില്ലാത്ത ചലഞ്ചസിലാണോ നിന്റെ മുൻപിൽ നിന്നുള്ളത്? Today are you also facing a challenge which we have never faced before? ഇതുപോലൊരു യുദ്ധം ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? If you feel that you have not seen a battle like this ഇതുപോലെ before, വല്ലാതെ ഞെരുക്കിക്കളയുന്ന ക്രഷ്ടാക്കി കളയുന്ന മനസ്സിനെ തകർത്തു കളയുന്ന മനോവീര്യത്തെ ഇല്ലാതാക്കി കളയുന്ന ആ പദം ദൈവാത്മാവ് തന്നതാണ്. മനോവീര്യത്തെ ഇല്ലാതാക്കി കളയുന്ന അനുഭവത്തിലൂടെ നീ കടന്നു പോകുന്നുണ്ടോ? നീ നിരാശപ്പെടണ്ട. ഓ, നിനക്ക് മുൻപായി പോകുന്ന ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുക. do not sorrow. Look at the God who is going in front of you. ഇവിടെ കൃത്യമായ ഐഡിയ യോശുവയ്ക്ക് ദൈവം കൊടുത്തു. God is giving a clear idea to Joshua here. അതിനുശേഷമാണോ കാര്യങ്ങൾ മുൻപോട്ട് നീങ്ങുന്നത്? After that things are proceeding forward. സ്വപ്നത്തിൽ വിചാരിക്കാത്ത ഒരു മേജർ സ്ട്രാറ്റജി ദൈവം അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുകയാണ്. And God is implementing a strategy which they never dreamt of. യെരിഹോവിന്റെ അഹങ്കാരമായിരുന്ന യെരിഹോ മതിലിനെ ദൈവം ഉന്മൂലനം ചെയ്ത് നീക്കിക്കളയുകയാണ്. The arrogance of Jericho, the wall of Jericho, God is crushing and trampling it down. അതിന്റെ പിന്നിൽ യോശുവയ്ക്ക് വേണ്ടിയിരുന്നത് ഒരേ ഒരു കാര്യം, ദൈവത്തിന്റെ മുൻപാകെ വിശുദ്ധിയോടെ നിഷ്കളങ്കതയോടുകൂടെ കരങ്ങളെ മലർത്തി ഒരു ഗ്രേറ്റ് സ്റ്റാൾവാർട്ട് ഇതാ കരങ്ങൾ മലർത്തി ദൈവിക ഐഡിയയ്ക്ക് വേണ്ടി, ഡിവൈൻ സ്ട്രാറ്റജിക്ക് വേണ്ടി കാത്തിരിക്കുന്ന അനുഭവമാണ് ഇന്ന് പകൽക്കാലം ദൈവസഭയെ കുറിച്ച് ദൈവം അത് ആഗ്രഹിക്കുന്നു. Just like Joshua had that feeling of humbleness, of holiness and blamelessness that a great stalwart is surrendering before God, that is the same feeling we need to have today. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം യെരിഹോ കടക്കുകയാണ്. And the Israel people entered Jericho. അവരെ ലക്ഷ്യസ്ഥാനത്ത് അവരെത്തുകയാണ്. They reached the destination. ഇവിടെയെല്ലാം വിശ്വാസത്തിന്റെ പ്രശ്നങ്ങളുണ്ട്. Here all there are problems of faith as well. തടസ്സങ്ങളെ വെല്ലുവിളികളെയൊക്കെ കാണുമ്പോൾ ഭയന്ന് വിറച്ച് ഞെട്ടിപ്പോകുന്നവരാകരുത്. Let us not be afraid or overwhelmed seeing the obstacles and അവൻ hindrances എനിക്ക് in മുമ്പായി front. ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തി നിൽക്കുക. But we need to have that firm belief that He is in front of me. മുൻപോട്ട് ഈ മെസ്സേജ് കൊണ്ടുപോകുന്നില്ല, പ്രാർത്ഥിക്കാൻ പോവുകയാണ്. Let us kneel our heads in prayer. വളരെ വളരെ വലിയൊരു ഫ്ലോ ഇതിനോട് ചേർന്ന് ഉദാഹരണങ്ങൾ ദൈവാത്മാവ് തരുന്നുണ്ട്. There are many examples the Spirit of God is giving me. പക്ഷേ അതിലേക്ക് പോകാതെ പ്രാർത്ഥിക്കാനുള്ള ഒരു നിയോഗമാണ്. But there is a revelation to pray now. അവൻ നിനക്ക് മുൻപായി പോകും. He will go before you. അവൻ നിനക്ക് മുൻപായി ഉണ്ട്. He is there to go before you. കർത്താവേ, എനിക്ക് മുൻപായി പോകണമേ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. Can we pray that, oh Lord, please go before me? ആത്മാവിൽ അന്യഭാഷയിൽ ദൈവജനം പ്രാർത്ഥിക്കട്ടെ. Can we pray in the tongues in the Holy Spirit? ദൈവമേ, നിന്റെ ജീവിതത്തിന്റെ അച്ചീവ്മെന്റ് ദൈവത്തിന്റെ കയ്യിലാണ്.
the achievements of your life are in the hands of God. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ വിജയം ദൈവത്തിന്റെ കയ്യിലാണെന്ന്. The victory in my and your life is in the hands of God. നീ ഒരു നല്ല സാക്ഷ്യം പറയണമെങ്കിൽ ദൈവം അനുവദിച്ചേ പറ്റൂ. If you need to say a good testimony, God has to ദൈവം allow. നിന്നെ മാനിച്ചെന്ന് ജനം പറയണമെങ്കിൽ ദൈവം നിന്നെ സഹായിച്ചേ കഴിയൂ. If God has to honor you, He has to take pleasure. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ. Then we surrender before God and pray in the Spirit. ദൈവാത്മാവരുളി എന്നോട് പറഞ്ഞു, ദൈവജനം ഈ ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവരെ ഞാൻ സ്പെഷ്യലായി എംപവർ ചെയ്യുമെന്ന്. The Holy Spirit is saying the people will pray in this message. I will specially empower them. ഭയത്തിൽ നിന്ന് ഞാൻ അവരെ വിടുവിച്ച് ഒരു പുതിയ സന്തോഷത്തിലേക്ക് ഞാൻ അവരെ പ്രവേശിപ്പിക്കുമെന്ന്. I will deliver them out of every fear and take them to a new joy. ദൈവമേ, നിന്റെ വിജയം നിലനിൽക്കണമെങ്കിൽ അവന്റെ കരുണ നിനക്ക് വേണം. If your victory has to stand, you need His grace. നിനക്ക് അനുദിനം ജയത്തിന്റെ പാട്ട് പാടണമെങ്കിൽ അവന്റെ ഫേവർ നിനക്ക് വേണം. If you need to sing songs of victory, you need His favor. മുൻപോട്ടുള്ള യെരിഹോവിന് സമമായ നിന്റെ മുൻപിലുള്ള വെല്ലുവിളികൾ മാറണമെങ്കിൽ അവൻ നിനക്ക് മുൻപായി പോകണം. If the challenges like Jericho has to go away, He has to ഹല്ലേലൂയ. go before you. നിഷ്കളങ്കതയോടെ പ്രാർത്ഥിക്കട്ടെ. Can we pray earnestly? ദൈവസഭ നിഷ്കളങ്കതയോടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. Let us blamelessly അവൻ പ്രവർത്തിക്കുന്ന ദൈവമായി, രക്ഷിക്കുന്ന വീരനായി ഇന്ന് നമ്മുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുകയാണ്. He is a God who works. നിന്റെ സമീപത്തവനുണ്ട്. ഉടവാല റഖമാന. നിന്റെ സമീപത്തവൻ നിൽക്കുന്നു. ഉടവാല ഗതുര സദൽ വർഖാല ആസ്കമന ഹസ്തവര ഘടകസ്യാല. നിന്റെ സമീപത്ത്, നിന്റെ സമീപത്ത് He's near you. ഉടാ രഖാല സദര ധേവര ഖമന അർത്ഥ രഗല രഖേ നേദേ. Amen. ഉടവാല ഫറഖാല ദാര അടര ഖമന ഹദല ഖർവാല. യേശുവിന്റെ നാമത്തിൽ ഖുംസര ധിരിയാല അടരവലവ ശബ്ദൽ പ്രൗഢ രഹസ്യാല യേസ്കലിയ രതുന സന്തലാദര. ദൈവജനം ആത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഉദ്ധാരണങ്ങളുടെ ദൈവമായി നിന്നെ ഒരു പഴഞ്ചൊല്ലാകാൻ അനുവദിക്കാതെ, നീ ഒരു പരിഹാസ വിഷയമായി തീരാൻ അനുവദിക്കാതെ, നീ ഒരു അത്ഭുത വിഷയമായി മാറുവാൻ ദാവീദിനോട് പറഞ്ഞതുപോലെ, ദാവീദ് പറഞ്ഞതുപോലെ ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു എന്നതുപോലെ നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റാൻ ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. ദൈവാത്മാവിന്റെ ശക്തി ആലയത്തിൽ ശക്തിയോടെ ഇറങ്ങി വന്നിരിക്കുകയാണ്. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ കടുകട്ടിയായി നിൽക്കുന്ന വെല്ലുവിളികൾ മാറിപ്പോകട്ടെ. പർവ്വതമായി നിൽക്കുന്ന, ഇന്നുവരെയും മാറ്റം വരാതെ നിൽക്കുന്ന, ഒരു ചലനവുമില്ലാതെ നിൽക്കുന്ന ആ തടസ്സത്തിന്റെ മലകള് യേശുവിൻ നാമത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങി. ആത്മാവ് ശക്തിയോടെ ഇടപെടുന്നു. ആത്മാവ് ശക്തിയോടെ പ്രവർത്തിക്കുന്നു. പരിശുദ്ധാത്മാവ് ശക്തിയോടെ പ്രവർത്തിക്കുന്നു. പരിശുദ്ധാത്മാവ് ശക്തിയോടെ പ്രവർത്തിക്കുന്നു. യേശുവിനെ ഉയർപ്പിച്ച ശക്തി അരിമത്തിയിലെ യോസഫിന്റെ കല്ലറയിൽ കൊണ്ട് കഥ അവസാനിപ്പിക്കുമെന്ന് ലോകം വിധി എഴുതിയ സ്ഥാനത്ത് പുതിയ ചരിത്രവുമായി ഗലീലയിലേക്ക് പുറപ്പെട്ടതുപോലെ ദൈവവൈതലേ, നിനക്ക് വേണ്ടി പുതിയ പുറപ്പാടുകൾ, പുതിയ വഴിത്തിരിവുകൾ. ശാകല അടര കലവ രഗത ജഗന അർത്ഥാല ഐശാധാരിയ ലഗതൽ ഘടകജക രഹസ്യ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. ശാബല പ്രൗഢമാന അർത്ഥമാന വൈഡര ജഗലക രഗതൽ ഘടക രഗത നഗസ്യാദര. ദൈവജനം പ്രാർത്ഥിക്കട്ടെ. ചില വിടുതലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അർത്ഥമാന രഗതല ചില വിടുതലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില വിഷയങ്ങൾ സ്വർഗം അഡ്രസ് ചെയ്യുകയാണ്. ശാലഭ രഹസ്യ ചില ഇൻഹെറിറ്റൻസിന് വേണ്ടി, ചില അവകാശങ്ങൾ കമ്പലാധരത, ഫലപ്രദമായ ഒരു ജീവിതത്തിനു വേണ്ടി. ഹൽക്കര ദിഗലഘടക രഹസ്യ സൈഥ രഗതര ഫലപ്രദമായ ജീവിതത്തിനു വേണ്ടി
കുടുംബാന്തർഭാഗത്ത് ചില വിശാലതകൾ വെളിപ്പെടുവാൻ ഓ റേഖേലിയ യേശുവിൻ നാമത്തിൽ ആ പ്രവർത്തികൾ നടക്കട്ടെ, ആ പ്രവർത്തികൾ നടക്കട്ടെ, ആ സൃഷ്ടികർമ്മങ്ങൾ നടക്കട്ടെ, സൃഷ്ടികർമ്മങ്ങൾ നടക്കട്ടെ. കൽവാ തരാ തരാ യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കുന്നു, യേശുവിൻ നാമത്തിൽ സംഭവിക്കുന്നു. ഓ ശ്യാധരാദിയ യേശുവിൻ നാമത്തിൽ സംഭവിക്കുന്നു. ഉടാബാല ഖംബാരത്താബാല അടാമാന ധാര ധേര ഉടർ ഖാല ധേര ഭൂഷ അടാര ഖമാന ജലാധര യേശുവിൻ നാമത്തിൽ ആരാധിച്ചു, പ്രാർത്ഥിച്ചു. whatever you want to ask, ദൈവത്തോട് പറയാൻ, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. ഓ റീബ രേഖ ബാല രാധ രാജ അർത്ഥ രാജ നിന്നെ ഭയപ്പെടുത്തിക്കൊണ്ട് ഗോലിയാത്ത് നിൽക്കുന്നത് പോലെ, ഗോലിയാത്ത് നിൽക്കുന്നത് പോലെ നിന്റെ ഭാവിക്ക് തടസ്സമായി, നിന്റെ മുന്നേറ്റത്തിന് തടസ്സമായി നിൽക്കുന്ന ഫെലിസ്ത്യ വെല്ലുവിളികള്, ഫെലിസ്ത്യ ശക്തികള്, ഓ റേബൽ കമ്പര ചലാതര ആ ഫെലിസ്ത്യ ശക്തികള് ഇന്ന് അതിന്റെ ശക്തി നിർവീര്യമാക്കുന്നു. ദൈവം ഇതിൽ പ്രാർത്ഥിക്കട്ടെ. നീ അതിൽ നിന്ന് കരകയറാൻ പോകുകയാണ്, നീ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കയറാൻ പോകുകയാണ്, നീ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കയറാൻ പോകുകയാണ്. നിന്റെ ഭവനത്തില് ഹല്ലേലൂയ അങ്ങ് വർദ്ധിക്കാൻ പോകുകയാണ്. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ I declare in the name of Jesus, യേശുവിൻ നാമത്തിൽ ഊടാ ബാര കാൽബ അടാര ധേര അർഷാ ധാര യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ അസാധ്യങ്ങളെ സാധ്യമാക്കിക്കൊണ്ട് ദൈവം വൻക്രിയകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുടുംബത്തിനകത്ത് അംഗസംഖ്യ വർദ്ധിക്കുന്നു, മൾട്ടിപ്ലിക്കേഷൻ സംഭവിക്കുന്നു. ഓ നിന്റെ പടഞ്ഞു കിടക്കുന്ന ഭാവി അവൻ തുറക്കുന്നു, പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു. നിനക്ക് വേണ്ടി വഴിയില്ലെന്ന് പറഞ്ഞെടുത്ത് അവൻ ദുർഘടങ്ങളെ നിരപ്പാക്കി, നിയമക്കുരുക്കുകളെ മാറ്റി, ഹല്ലേലൂയ തടസ്സവാദങ്ങളെ മാറ്റി, ഹല്ലേലൂയ അവൻ നിനക്ക് വേണ്ടി ഉദ്ധാരണങ്ങളുടെ ദൈവമായി ഇറങ്ങി വന്നിരിക്കുന്നു. നിനക്ക് വലിയ ഭയമാണ്, മരണ ഭയമാണ് നിന്നെ വേട്ടയാടുന്നത്. പലപ്പോഴും എനിക്കിനി അധികം ആയുസ്സില്ലെന്ന് നീ തന്നെ പറയുകയാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം ആത്മാവ് അതിനെ ശ്വാസിക്കുന്നു. രാജ വലിയ ദൈവപ്രവൃത്തി അതിന്മേൽ സ്വർഗത്തിലെ ദൈവം അയക്കുന്നു. നിന്നോട് തന്നെ ആരോ പറയുന്നത് പോലെ നീ അങ്ങ് ചിന്തിക്കുകയാണ്, എനിക്കൊത്തിരി നാളില്ല. നിന്റെ ശരീരത്തിലെ ചില ബലഹീനതകള് അത് നിന്നെ വിളിച്ചറിയിക്കുന്നു. ഈ പകൽ യേശുവിന്റെ നാമത്തില് ആ വെല്ലുവിളികളെ ശാസിക്കുന്നു, ജയമെടുക്കുന്നു. ദൈവം നിനക്ക് തന്ന എല്ലാ പൊട്ടൻഷ്യലും ഉപയോഗിക്കത്തക്ക വിധത്തില് നിന്റെ തലമുറകളെ ഹൈ കാലിബർ ഉള്ളതാക്കി, ഹൈ തലമുറകളെ ഹൈ പൊട്ടൻഷ്യൽ ഉള്ളതാക്കി തീർക്കാൻ കഴിയുന്ന ദൈവാത്മാവിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കുന്നു. ദൈവജനം പ്രാർത്ഥിക്കട്ടെ. നിന്റെ തലമുറകളെ ഹൈ പൊട്ടൻഷ്യലുള്ള, ഹൈ പൊട്ടൻഷ്യലുള്ള, ഹൈ പൊട്ടൻഷ്യലുള്ള വീരന്മാര്, വീരമതികള്, ശൂരന്മാര്, ശക്തന്മാര്, അധികാര സ്ഥാനത്തിരിക്കുന്നവർ, രാജാക്കന്മാർ, യേശുവിൻ നാമത്തിൽ ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. റബല ശബ്ദലാധര അടരബല ഖംബർ ഖൗഡബരവക്ഷസ്യ അൽഖര ഈവൽ ഖടാരക സ്യാലവരഗധന അടർമാന ചൂടക്കാല വൈദേരിക അടരബലവ ശബ്ദല ഭൗഡബരഘടക. ദൈവജനം ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ, ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ. അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ചില വലിയ വൻമലകൾ നീങ്ങിപ്പോകുന്നതായി ആത്മാവ് കാണിക്കുന്നു. ഓ ചില മലകൾ നിന്റെ മുൻപിലുള്ള ചില മലകൾ നീങ്ങിപ്പോകുന്നു. സെരുബ്ബാബേലേ, നിന്റെ മുൻപിൽ നിൽക്കുന്ന പർവ്വതമേ, നീ സമഭൂമിയാകും. ഇന്ന് പകല്
നിന്റെ മുൻപിൽ നിൽക്കുന്ന പർവ്വതങ്ങളെ സമഭൂമിയാക്കുന്ന ദൈവപ്രവൃത്തി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പർവ്വതങ്ങളെ സമഭൂമിയാക്കുന്ന ദൈവപ്രവൃത്തി ഇവിടെ നടക്കുകയാണ്. അടകാൽവറോ ശതാല അന്തര തലാബാല അടകാല ജാലകാരി തേരി അടാര പ്രൗഢജാല. ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കട്ടെ, അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കട്ടെ, ക്ഷീണം മറന്ന് പ്രാർത്ഥിക്കട്ടെ. ഇത് നിന്റെ സമയമാണ്, നിന്റെ കുടുംബത്തിന്റെ വിടുതലിന്റെ സമയമാണ്, നിന്റെ തലമുറയുടെ വിടുതലിന്റെ സമയമാണ്, തലമുറയുടെ വിടുതലിന്റെ സമയമാണ്, നിന്റെ ഭാവിയെ നേരെയാക്കുന്ന സമയമാണ്. ഓ റാൽബ റേഖോ ലാറ അൽഷതാല ഐദര ഖർവാല അംദര ധരവാല. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ഓടാ ബാല കൂടാ ബാല ഹല്ലേലൂയ. ശ്രോഷയിൽ ഓൺലൈനിലൂടെ സംബന്ധിക്കുന്ന ചില ജീവിതങ്ങളിലും വിടുതലുകൾ ദൈവാത്മാ പകരുന്നു. ഊട ഫലവ നരവ അടവ രാജഖാല അംബഖാല ദേരിയ അറാല ശമന നിരാരവ ഊടൽ ഖൗഡെ രഗദെ അസ്തബാല ദീവ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ പൈശാചിക പോരുകൾ നിർവീര്യമായി പോകട്ടെ. നാളുകളായി ബലഹീനപ്പെടുത്തുന്ന പോരുകൾ യേശുവിൻ നാമത്തിൽ നിർവീര്യമാകട്ടെ. ഓ ലാഘർധാലി വൈഷാധാരി അടമ ജഗന്നാഥ് ധീര ദൂരശാല. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ജയം, 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 ജയം. ഓ റീഖ രാജ ബാല ഷറ ബാര ഖരാദാര. ഹല്ലേലൂയ, ഹല്ലേലൂയ. അർഖല ശംദല തൈരബാല ഭൗഡബാല ഹർബല ഖത്താല റഖാദാര അഡാര ഖാല ദേര ഖാല അഡാമാന ഛര മാന ഥേര അഡാഖാല ഭാര ഥേര. ഇന്നുവരെയും ഹല്ലേലൂയ വിടുതൽ കടന്നിട്ടില്ലാത്ത ചില മണ്ഡലങ്ങൾ ദൈവാത്മാവ് ഇന്ന് വിടുതലിന്റെ കരം സ്പർശിക്കുകയാണ്. അഡര ഖൽവാർ ഇന്നുവരെയും വെളിപ്പെട്ടിട്ടില്ലാത്ത ചില വിടുതലുകൾ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് അയച്ചിരിക്കുകയാണ്. ഇതുവരെയും വെളിച്ചം കയറിയിട്ടില്ലാത്ത ദൈവവൈതലെ നിന്റെ ജീവിതത്തിന്റെ ചില മണ്ഡലങ്ങളിലേക്ക് ഇന്ന് പകൽ ദൈവാത്മാവിന്റെ അതിശക്തമായ ഇടപെടലുകൾ നടക്കുകയാണ്. നിന്റെ ഭാവി അവൻ ഏറ്റെടുത്തിരിക്കുകയാണ്. നിന്റെ ഭാവി അവൻ ഏറ്റെടുത്തിരിക്കുകയാണ്. നിന്റെ വഴി അവന്റെ മുൻപിലുണ്ട്. അവൻ നിനക്ക് മുൻപായി പോകുന്നു. ഓ ഗ്ലോറി, 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 ഗ്ലോറി. ഹാൽബറോ ശദല പ്രവല ഖമന ഖദര അദാര ധാര 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 ആൽബാറ ഖംബ ജാര ഖാര ധാര രാജ അഡാര. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ വിശേഷപ്പെട്ട അഭിഷേകം പിന്നെയും അവൻ പകരുകയാണ്. പുതുവർഷത്തിലേക്ക് വലിയൊരു പുതുക്കം അവൻ നൽകുകയാണ്. ഒരു ഇമ്പാർട്ടേഷൻ അവൻ അയക്കുന്നു. ഒരു വലിയ ആത്മപകർച്ച അവൻ അയക്കുന്നു. ഒരു ആത്മപകർച്ച, ഒരു ആത്മപകർച്ച, ബലപ്പെടുത്തുന്ന പകർച്ച, ധൈര്യം നൽകുന്ന പകർച്ച, എപ്പോഴും സന്തോഷത്തോടെ വിഷാദത്തെ മാറ്റി സന്തോഷത്തിൽ നിർത്തുന്ന ഒരു പകർച്ച ദൈവവൈതലേ അവൻ നിനക്ക് വേണ്ടി അയക്കുന്നു. ഓ റീവ പ്രാപിക്കുക, 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 പ്രാപിക്കുക. ഉഡാബാല ഖാരാബാല ധാര രാജ അഡാബാല രേഖമാന അഡാഖാല സൈദ രാജ അർവധാര വേദൽ ഖവട ശബ്ദല നിരാദ്രവ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. ഓ ഹല്ലേലൂയ. കർത്താവേ നിന്റെ ജനത്തെ തിരുനാമത്തിൽ അനുഗ്രഹിക്കുന്നു. Lord, we bless these people in your name. ഓരോരുത്തരെയും നീ അവിടെ തൊടുന്നതിനായി സ്തോത്രം. Thank you for touching everyone. അസാധാരണമായി നിന്റെ കരത്തിന്റെ പ്രവൃത്തി നീ അയക്കുന്നതിനായി സ്തുതിക്കുന്നു. You have sent the extraordinary works of your hand, therefore we thank നിന്റെ you. വലിയ മഹത്വം നീ വെളിപ്പെടുന്നതിനായി സ്തുതിക്കുന്നു. Thank you for revealing your great glory in our lives. ഹല്ലേലൂയ. Amen, Jesus. വലിയ സാക്ഷ്യങ്ങൾ രചിക്കപ്പെടുവാൻ പോകുന്നതിനായി സ്തോത്രം. There are going to be great testimonies in the coming days, therefore we thank you. അസാധാരണമായ ദൈവപ്രവൃത്തികളെ നീ അയക്കുന്നതിനായി നന്ദി. The extraordinary works you have sent, therefore we thank you, Lord. ഹല്ലേലൂയ. നിന്റെ ജനത്തെ അനുഗ്രഹിക്കുന്നു. Bless this people. ഹല്ലേലൂയ. Our most loving Father, we thank you for this blessed time you have given us, Lord. We thank you for your presence which is moving in our midst, Lord. Today before that presence we lay our lives, Master. We accept we do not have anything of our own, Lord. No capabilities, no strength of our own. But we request your presence to go in front of us. The same power of resurrection may go in front of us in the coming days to take every step ahead. Give us the strategy. Give us the idea on how to go forward, Lord. For that we yield and surrender in a blameless and holy manner, Master. Once again, we thank you for your presence. Thank you for your message. Thank you, Lord, for hearing our prayers. In Jesus' name I pray. Amen.
ഉറക്കെ നമുക്കൊന്ന് പറയാം. ആമേൻ, ആമേൻ, ആമേൻ. ആ കരങ്ങൾ അടിച്ച് വിശ്വാസത്തോടെ ജയത്തിന്റെ ഘോഷം. ഹല്ലേലൂയ.